ഇല്ലെങ്കിൽ അത് നാളെ ആയി പോകും. ഞങ്ങൾ എത്ര ദിവസം വെയിറ്റ് ചെയ്യാനായാലും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ആ ഒരു ഇത് കാരണം നല്ല ദുരൂഹത സംശയം ഇഷ്ടംമാതിരി ഉണ്ട്. ഞങ്ങളടുത്ത് ആദ്യം പറഞ്ഞത് സ്റ്റെപ്പിൽ നിന്ന് വീണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. സ്റ്റെപ്പിൽ നിന്ന് കുട്ടി വീഴുന്നു, നിങ്ങൾ മാർത്താണ്ഡത്ത് ഹോസ്പിറ്റലിൽ വരണമെന്ന്. ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്കും ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരൊറ്റ ആളുമില്ല. ഒരു ടീച്ചറോ ഒരു പിയൂണോ ഒരു സെക്യൂരിറ്റി ആരും വന്നിട്ടില്ല. അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങ് കൊണ്ടുവരുന്നത്. അപ്പോഴത്തേക്കും ഒന്നും സംസാരശേഷിയോ ഒന്നുമില്ല, അബോധാവസ്ഥയിലായിപ്പോയി. നമുക്കൊന്നും സംസാരിക്കാൻ ഒന്നും പറ്റിയില്ല. തിരിച്ചവർ ഇന്നലെ ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഞങ്ങളടുത്ത് കാണിച്ച ക്രൂരതയും അങ്ങനെയാണ്. ഞങ്ങൾ സ്റ്റേഷനിൽ ഇറക്കി വിടുകയും ഞങ്ങൾ അനാവശ്യം പറയുകയും അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു. ഒരു 6 മാസം ഈ സംഭവം നടക്കാൻ കാരണം ഒരു 6 മാസത്തിന് മുമ്പ് ഹോസ്റ്റലിൽ ചെറിയ ഫുഡിന്റെ ഒരു വിഷയം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ ഈ കുട്ടിയാണ് മുന്നിൽ നിന്ന് അതിനെ പ്രതികരിച്ചത്. അതിന് സസ്പെൻഡ് ചെയ്തിട്ട് കുട്ടിയും കുട്ടിയുടെ ഒരു അമ്മയും കൂടി 6 മാസം കൂടി തന്നെയുള്ള കോഴ്സ് അവിടെ ഒരു പ്രൈവറ്റായിട്ട് ഒരു വീടെടുത്ത് താമസിക്കുകയായിരുന്നു. അന്ന് മുതൽ ഈ കൊച്ചിനെ ഹറാസ് ചെയ്യുകയായിരുന്നു. 2 മണിക്കൂർ പ്രിൻസിപ്പാളിന്റെ റൂമിൽ നിർത്തി കൊച്ചിന്റെ മൊബൈലുണ്ടോ എന്ന് ദേഹപരിശോധനയും ബാഗ് പരിശോധനയും എല്ലാ ദിവസവും. ബാക്കി നോർമലി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കുട്ടിയെ മാത്രം ഈ പ്രിൻസിപ്പാളിന്റെ റൂമിൽ ഇരുത്തി ഇങ്ങനെ 2 ടീച്ചറും പ്രിൻസിപ്പാളും ഉണ്ട്. ഇവരെ കൂടെ ഉണ്ടായിരുന്ന 20 പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നും ഈ പ്രതിഷേധം പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവിടെ വീഡിയോ എടുക്കുകയും അത് പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ വോയിസ് ടീച്ചേഴ്സ് പിള്ളേർ ക്രൂരമായി പെരുമാറുന്നതൊക്കെ വോയിസിലെടുത്തിട്ട് അത് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അവിടെ കുട്ടി ഒരിക്കൽ പോലും മൊബൈൽ കൊണ്ടുപോയിട്ടില്ല. ഇവരുടെ സംശയം ഇവരുടെ മാനേജ്മെന്റ് ഭാഗത്തു നിന്നുണ്ടാവുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടി ചെയ്യുന്നതാണെന്നാണ്. അതിന് കുട്ടിയുടെ ദേഹപരിശോധന അങ്ങനെ കാര്യങ്ങൾ ഇതെല്ലാമാണ് ഇവർ ചെയ്യുന്നത്. അത് ചെയ്ത് ആ മാനസിക സംഘർഷമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കൽ പോലും കുട്ടി എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കീലാണ് എന്നൊരു സന്ദേശമോ ഞങ്ങളുടെ സംസാരത്തിൽ നിന്നോ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ദുരൂഹത.